നിങ്ങൾ ഈ ടാഗിംഗ് ആപ്ലിക്കേഷൻ കുറച്ച് ദിവസം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ രസകരമായ ഒരു കാര്യം മനസ്സിലാവും. ഈ വൈറലായിട്ട് വരുന്ന പല ഷോർട്ട് വീഡിയോസിനും ഒറ്റ ടാഗ്സ് പോലും അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു ടാഗ് പോലും ഇല്ലാതാണ് അവർ ആ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടാണ് ആ വീഡിയോസ് വൈറലായിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് 200 അല്ലെങ്കിൽ 300 വ്യൂസ് ആയിരിക്കും. ആ സെയിം പാട്ടിൽ ഡാൻസ് ചെയ്തിട്ടുള്ള വീഡിയോ ചിലപ്പോൾ നമ്മുടെ ഡാൻസിന്റെ അത്രയും ക്വാളിറ്റി ഉള്ള വീഡിയോ ആയിരിക്കത്തില്ല. അതിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് 1 മില്യൺ അല്ലെങ്കിൽ 2 മില്യൺ അല്ലെങ്കിൽ 3 മില്യൺ വ്യൂസ് ആയിരിക്കും. അപ്പോഴും നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് ആ 200 വ്യൂസ് അല്ലെങ്കിൽ കൂടിപ്പോയ 300 വ്യൂസ് ആയിരിക്കും നമുക്ക് അപ്പോഴും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ കുറേ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് എന്നിട്ട് ആ ചാനൽ വളരുന്നതും കാത്തിരിക്കുന്ന, ആ ചാനൽ ഗ്രോ ചെയ്യുന്നതും കാത്തിരിക്കുന്ന വളരെയധികം ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. അത്തരത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു. ഇതിൽ ചില ചാനൽ നമ്മളിടുന്ന ആദ്യത്തെ കുറച്ച് വീഡിയോസ് കൊണ്ട് തന്നെ പെട്ടെന്ന് കയറി ക്ലിക്കാവുകയും അതിന് നല്ല റീച്ച് കിട്ടുകയും ചെയ്യും. വേറെ ചില ചാനൽ ആദ്യം സ്ലോ ആയിട്ടായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വീഡിയോ കാരണം അതിന് നല്ല വ്യൂസ് കിട്ടുകയും അത് ക്ലിക്കാവുകയും അതും റീച്ചിലെത്തുകയും ചെയ്യും. പക്ഷേ മറ്റ് ചില ചാനലുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 1-2 വർഷം വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാലും ശരി, ചിലപ്പോൾ ക്വാളിറ്റി വീഡിയോസ് തന്നെ പോസ്റ്റ് ചെയ്താലും ശരി, അതിന് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് 50 വ്യൂസ്, 100 വ്യൂസ് അല്ലെങ്കിൽ കൂടിപ്പോയ 200-300 വ്യൂസ് ആയിരിക്കും. നാച്ചുറലായിട്ട് നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അമർഷം ഉണ്ടാവും, നല്ല വിഷമവും. കാരണം നമ്മളോടൊപ്പം ചാനൽ തുടങ്ങിയവർക്കൊക്കെ അവരുടെ ചാനലിൽ റീച്ചിലെത്തിക്കാൻ പറ്റി, അവർക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റി, അവർക്ക് അതിൽ നിന്നും പൈസ കിട്ടി തുടങ്ങിയിട്ടും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ യൂട്യൂബ് ടിപ്സിനെ കുറിച്ചുള്ള വീഡിയോസ് കണ്ടു തുടങ്ങും. എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലിന് റീച്ച് കിട്ടാത്തത്? ചിലർ പറയും നമ്മുടെ ചാനലിൻ്റെ സെറ്റിംഗ്സിന് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കണം, നമ്മുടെ സെറ്റിംഗ്സ് നമ്മൾ കറക്റ്റായിട്ടായിരിക്കില്ല കൊടുത്തിരിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ സെറ്റിംഗ്സ് കറക്റ്റായിട്ട് തന്നെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്, എങ്കിലും നമ്മൾ വീണ്ടും സെറ്റിംഗ്സിൽ പോയി നോക്കും. സെറ്റിംഗ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചേഞ്ചസ് ചെയ്ത് നമ്മൾ വീണ്ടും വീഡിയോസ് പോസ്റ്റ് ചെയ്യും. അപ്പോഴും നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് ആ 200 വ്യൂസ് അല്ലെങ്കിൽ കൂടിപ്പോയ 300 വ്യൂസ് ആയിരിക്കും നമുക്ക് അപ്പോഴും കിട്ടുന്നത്. അപ്പോൾ മറ്റു ചിലർ പറയും നിങ്ങളുടെ ടൈറ്റിൽ കറക്റ്റായിട്ട് കൊടുക്കണം, ടൈറ്റിലിന് റീച്ച് കിട്ടുന്നില്ല, ടൈറ്റിൽ അട്രാക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഇടുന്ന വീഡിയോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് അപ്പോൾ നിങ്ങളുടെ വീഡിയോസിന് റീച്ച് കിട്ടുമെന്ന് പറയും. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ടൈറ്റിലിനെ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതുപോലെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങും. ഇതേപോലെ കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ വീണ്ടും വീഡിയോസ് പോസ്റ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് ആ 200 വ്യൂസ് അല്ലെങ്കിൽ ആ 300 വ്യൂസ് തന്നെയായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഫ്രസ്ട്രേഷൻ ലെവൽ കൂട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ തംബ്നെയിലാണ്. നമ്മുടെ തംബ്നെയിൽ അട്രാക്റ്റീവ് അല്ല, അത് കൂടുതൽ അട്രാക്റ്റീവായി കൊടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസിന് കൂടുതൽ റീച്ച് കിട്ടുകയുള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തെറ്റല്ല കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റാണ്. ഈ തംബ്നെയിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പബ്ലിക് യൂട്യൂബ് വീഡിയോസ് വാച്ച് ചെയ്യുന്നത് പലതരത്തിലുള്ള ഡിവൈസിലൂടെ ആയിരിക്കാം. ചിലർ മൊബൈലിലൂടെ ആയിരിക്കാം, ചിലർ ലാപ്ടോപ്പിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ ആയിരിക്കാം, ചിലർ ടിവിയിലൂടെ ആയിരിക്കാം, ചിലർ ടാബിലൂടെ ആയിരിക്കും വാച്ച് ചെയ്യുന്നത്. ഈ ഡിവൈസുകളുടെ എല്ലാ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നതും പല ഡിഫറൻറ്റ് സൈസിലുള്ള ഡിസ്പ്ലേ യൂണിറ്റുകളായിരിക്കും. അപ്പോൾ ഈ ഏത് സൈസിലുള്ള ഡിവൈസ് യൂസ് ചെയ്ത് അവർ യൂട്യൂബ് കണ്ടാലും ശരി, നമ്മുടെ തംബ്നെയിൽ അവർക്ക് റീഡബിൾ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അട്രാക്റ്റീവായി കാണണമെന്നുണ്ടെങ്കിൽ, എല്ലാ സൈസിലും ഒരേപോലെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തംബ്നെയിലിൻ്റെ റെസൊല്യൂഷൻ വളരെ ഹൈ ക്വാളിറ്റിയിലുള്ളതായിരിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റും നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജും ആ തംബ്നെയിലേത് ഹൈ റെസൊല്യൂഷനുള്ള ഇമേജസും ടെക്സ്റ്റും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഏത് സൈസിലുള്ള ഡിവൈസിലൂടെ അവർ വാച്ച് ചെയ്താലും ശരി ആ തംബ്നെയിൽ റീഡബിൾ ആവുകയുള്ളൂ, അതേപോലെ ആ തംബ്നെയിൽ നല്ല അട്രാക്ഷൻ കിട്ടുകയുള്ളൂ. ഞാൻ ചില സമയത്ത് ഒരു വീഡിയോയ്ക്ക് വേണ്ടി 10-12 തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന് വാച്ച് ചെയ്യും. ഇത് ഏത് ഇടണം, ഏതിട്ടാൽ കറക്റ്റ് ആവും, ഏതിട്ടാൽ അതിന് റീച്ച് കിട്ടും. കാരണം എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഏതിട്ടാൽ പബ്ലിക്കിന് ഇഷ്ടപ്പെടുമെന്നുള്ളത്. എല്ലാം നല്ല റെസൊല്യൂഷനുള്ള ടെക്സ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതേപോലെ നല്ല റെസൊല്യൂഷനുള്ള ഇമേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും എനിക്ക് സംശയമാണ് ഇതിന് റീച്ച് കിട്ടുമോ അതോ മറ്റേതിന് റീച്ച് കിട്ടുമോ എന്നുള്ളത്. പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്ന ഒരു തംബ്നെയിൽ കൊടുത്ത് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളും കുറേ തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്ത് കൺഫ്യൂസ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്നത് കൊടുത്ത് നിങ്ങൾ അതിനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് പോലും നമ്മുടെ ഈ ചാനലുകൾക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 200 വ്യൂസ് അല്ലെങ്കിൽ 300 വ്യൂസ് അതിൻ്റെ പുറത്തേക്ക് എന്നിട്ടും പോകാറില്ല. അപ്പോൾ നമ്മുടെ വിഷമം ഫ്രസ്ട്രേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാച്ചുറലാണ്, ഇതിൽ ആരും തെറ്റു പറയാനില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കി, ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് നോക്കി, എന്നിട്ട് നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഈ 100 വ്യൂസ് അല്ലെങ്കിൽ 200 വ്യൂസാണ്. അതിൽ യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് നമ്മൾ ചില വീഡിയോയിലൂടെ അറിയുന്നത് നമ്മൾ ഒരു കാര്യം മിസ്സാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം നമ്മൾ കൊടുക്കുന്ന ടാഗിങ്. അതായത് പബ്ലിക് എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, അവർ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി ആ കാര്യങ്ങൾ നമ്മൾ ടാഗിങ്ങിൽ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോയും അവരെന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ മുന്നിൽ എത്തത്തുള്ളൂ. ചിലപ്പോൾ ചില കാര്യങ്ങൾ അവർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടായിരിക്കും അവർ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് തന്നെ നമ്മളത് മനസ്സിലാക്കി അത് നമ്മൾ ടാഗിങ്ങിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ടാഗ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറ്റു ചില കാര്യങ്ങളും ഇവിടെ പറയാനുണ്ട്. പലപ്പോഴും നമ്മൾ പല വെബ്സൈറ്റുകളിൽ നിന്നും ടാഗ് സജഷൻസ് എടുക്കാറുണ്ട്. ആ സജഷൻ അനുസരിച്ചുള്ള ടാഗ്സ് നമ്മൾ വീഡിയോയിൽ കൊടുത്ത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ മറ്റ് 2 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അതാണ് TubeBuddyയും vidIQ.
ഈ രണ്ട് ആപ്ലിക്കേഷനും യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ ചാനൽ ഒപ്റ്റിമൈസേഷനും അതേപോലെ ടാഗ് സജഷൻസ് അതുപോലെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഇതിന്റെ എല്ലാം സജഷന് വേണ്ടി നമ്മൾ ഈ രണ്ട് ആപ്ലിക്കേഷനെയും യൂസ് ചെയ്യാറുണ്ട്. ഈ രണ്ട് ആപ്ലിക്കേഷനും സ്വയം ക്ലെയിം ചെയ്യുന്നതും അവരെ യൂട്യൂബ് സർട്ടിഫൈഡ് ആപ്ലിക്കേഷൻസ് ആണെന്നാണ്. പല യൂട്യൂബേഴ്സും ഇതിനെ സപ്പോർട്ട് ചെയ്തും സംസാരിക്കാറുണ്ട്, മറ്റു പല യൂട്യൂബേഴ്സിനും ഇത് എഗെയിൻസ്റ്റ് ആയിട്ടും സംസാരിക്കാറുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുവരെയായിട്ട് ഈ രണ്ട് ആപ്ലിക്കേഷനിൽ അതായത് ട്യൂബഡിയോ അല്ലെങ്കിൽ വിഡേക്കോ യൂസ് ചെയ്ത് എന്തെങ്കിലും യൂസ്ഫുൾ ആയ കാര്യം നിങ്ങളുടെ ചാനലിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ചാനലിന്റെ റീച്ച് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം ഇത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ രണ്ട് ആപ്ലിക്കേഷനും അതായത് ട്യൂബഡിയും വിഡേക്കും നിങ്ങളുടെ ചാനലിന് ഉപകാരപ്രദമായ ഒരു കാര്യവും ചെയ്യാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങളുടെ ചാനലിനെ തന്നെ നശിപ്പിച്ച് കളയാനുള്ള ഒരു അതോറിറ്റി നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ഈ രണ്ട് ആപ്ലിക്കേഷനിലും നിങ്ങളുടെ ചാനലിനെ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തൊക്കെ കാര്യത്തിലാണ് ടിക്ക് ചെയ്ത് നിങ്ങൾ അവിടെ ലോഗിൻ ചെയ്യുന്നതെന്ന്? നിങ്ങളുടെ ചാനലിനെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി നിങ്ങൾ ഇതിന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ വീഡിയോയെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വരെ അതിന് പറ്റും, മാത്രമല്ല നിങ്ങളുടെ ചാനലിനെ തന്നെ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഞാനും എന്നെ പോലെ ചില കൂട്ടുകാരും ഇതുപോലെ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ചില കൂട്ടുകാരും യൂട്യൂബിന്റെ കസ്റ്റമർ സപ്പോർട്ടിൽ ഞങ്ങൾ സംസാരിച്ചതാണ്, ചാറ്റ് ചെയ്തതാണ്. അവരവിടെ നിന്നും വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അവർ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനെ സജസ്റ്റ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്ന് വളരെ കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവരിങ്ങനെ ക്ലെയിം ചെയ്യുന്നത് എന്ന് എനിക്കറിയത്തില്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നതെന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ടാഗിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാം. നിങ്ങൾക്ക് മറ്റ് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, നിങ്ങളുടെ ചാനലിൻ്റെ ഫുൾ അതോറിറ്റി അവർക്ക് കൊടുക്കാതെ, ഫുൾ കൺട്രോൾ മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ടാഗിങ് സജഷൻസ് നിങ്ങൾക്ക് മറ്റ് പല ആപ്ലിക്കേഷൻസിൽ നിന്നും കിട്ടാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പറയുന്നതോട് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ ചാനലിലെ ഈ രണ്ട് ആപ്ലിക്കേഷനിലും എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ ഡിസ്കണക്ട് ചെയ്യുക. അത് ഡിസ്കണക്ട് ചെയ്യാനായി നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്യുകയോ അതേപോലെ അതിനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയോ ചെയ്താൽ മാത്രം പോരാ, അത് എങ്ങനെ അതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്യണം എന്നൊരു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാത്തതിനുള്ള അടുത്ത കാരണം എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് ടാഗിങ് കൊടുക്കുന്നില്ല. അതാണ്, അതായത് പബ്ലിക് എന്തൊക്കെ കാര്യങ്ങളാണോ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ടാഗിങ്ങിൽ കൊടുത്താൽ മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ടാഗിങ് ഒക്കെ കൊടുത്ത് പല വെബ്സൈറ്റുകളിൽ നിന്നും ഹെൽപ്പ് എടുത്ത് അതിൽ നിന്നും ടാഗ് സജഷൻസ് ഒക്കെ എടുത്ത് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോഴും നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് ആ പഴയ 200 അല്ലെങ്കിൽ ആ 300 വ്യൂസ് ആയിരിക്കും മാക്സിമം നമുക്ക് കിട്ടുന്നത്. ഇതിലും കൂടുതൽ വിഷമം ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയാം. നമ്മളൊരു പുതിയ പാട്ട്, അതിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാട്ട്, ആ പാട്ട് എടുത്ത് അതിലൊരു ചെറിയ ഷോർട്ട് വീഡിയോ, ഒരു ഡാൻസ് വീഡിയോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് 200 അല്ലെങ്കിൽ 300 വ്യൂസ് ആയിരിക്കും. അത് മനസ്സിലാക്കി വെക്കുക. അതേപോലെ യൂട്യൂബിൽ മറ്റൊരു വീഡിയോ നമുക്ക് കിട്ടുന്നുണ്ട്. ആ സെയിം പാട്ടിൽ ഡാൻസ് ചെയ്തിട്ടുള്ള വീഡിയോ. ചിലപ്പോൾ നമ്മുടെ ഡാൻസിൻ്റെ അത്രയും ക്വാളിറ്റി ഉള്ള വീഡിയോ ആയിരിക്കത്തില്ല, അത്രയും നന്നായിട്ട് അവർ ഡാൻസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക. പക്ഷേ അതിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് 1 മില്യൺ അല്ലെങ്കിൽ 2 മില്യൺ അല്ലെങ്കിൽ 3 മില്യൺ വ്യൂസ് ആയിരിക്കും ആ പാട്ടിന് കിട്ടിയിരിക്കുന്നത്, ആ ഷോർട്ട് വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം വിഷമം ഉണ്ടായിരിക്കുന്ന ആൾക്ക് നമുക്ക് എവിടെ പോയി മുങ്ങിച്ചാവണം എന്ന് തോന്നിപ്പോകും ആ ഒരു അവസ്ഥയിൽ. ഈ കഥ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ടാഗ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോയിൽ അവർ എന്ത് ടാഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പേടിച്ചിട്ടാണ് ചെയ്യാത്തത്. ഇത് ചെയ്തിട്ട് ഇനി യൂട്യൂബ് നമ്മളോട് എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഈ ടാഗിയോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ വൈറലായിട്ടുള്ള ആ ഡാൻസ് വീഡിയോ, ആ ഷോർട്ട് വീഡിയോയുടെ ടാഗ്സ് എന്തൊക്കെയാണ് അവർ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് ആ സെയിം ടാഗ്സ് നിങ്ങളുടെ ഈ ഡാൻസ് വീഡിയോയിൽ, ഈ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ കൊടുത്തു നോക്കുക. കൊടുത്തിട്ട് നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ വ്യൂസ് തന്നെ അത് അവിടെ തന്നെ കിടക്കും, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഇതിൽ രസകരമായ മറ്റൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ ടാഗിങ് ആപ്ലിക്കേഷൻ കുറച്ച് ദിവസം യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് നിങ്ങൾ വൈറലായിട്ട് വരുന്ന പല ഷോർട്സിലും ഇതിൻ്റെ ടാഗ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ രസകരമായ ഒരു കാര്യം മനസ്സിലാവും. ഈ വൈറലായിട്ട് വരുന്ന പല ഷോർട്ട് വീഡിയോസിലും ഒറ്റ ടാഗ്സ് പോലും അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു ടാഗ് പോലും ഇല്ലാതാണ് അവർ ആ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടാണ് ആ വീഡിയോസ് വൈറലായിട്ടുള്ളത്. ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, ഈ ടാഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. കാരണം ഇത് നിങ്ങളുടെ ചാനലുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ്. അതേപോലെ മറ്റൊരു കാര്യമുണ്ട്, പല യൂട്യൂബേഴ്സും പറയാറുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഈ CTR, അതായത് ക്ലിക്ക് ത്രൂ റേറ്റ്, അത് അത്ര നേരം വരെ യൂട്യൂബ് എത്ര പേരുടെ അടുത്ത് നമ്മൾ ആ വീഡിയോ എത്തിച്ചു, അതിൽ നിന്ന് എത്ര പേര് ആ വീഡിയോ കണ്ടു,
ആ ഒരു റേഷ്യോ, അതാണ് CTR എന്ന് പറയുന്നത്. അത് നല്ല റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ യൂട്യൂബ് കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് നമ്മുടെ വീഡിയോയെ റീച്ച് ചെയ്യുകയും അതിൽ നിന്ന് നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുകയും ചെയ്യും എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. ആദ്യം എനിക്ക് ഫോർ എക്സാമ്പിളായിട്ട് 100 പേരുടെ അടുത്ത് യൂട്യൂബ് ആ വീഡിയോയെ എത്തിച്ചു, അതിൽ നിന്ന് നല്ല ഒരു CTR എനിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ ആ 100-ൽ നിന്ന് കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് യൂട്യൂബ് പിന്നീട് അതിനെ എത്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയും എനിക്കുണ്ടായിട്ടുണ്ട്. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചാനലിന് നല്ല രീതിയിലുള്ള റീച്ച് കിട്ടത്തുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചില ചാനലുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ അത് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ കറക്റ്റായിട്ട് എന്ന് ഫിറ്റ് ആവും. അതുപോലെ മറ്റു ചില ചാനലുകൾ കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ 1 വർഷം എടുത്തെന്ന് വരാം. അതും പതുക്കെ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ കറക്റ്റായിട്ട് എന്ന് അത് സിങ്കായിട്ട് കിടക്കും. അപ്പോൾ അവർക്കും കൂടുതൽ റീച്ച് കിട്ടും. പക്ഷേ മറ്റു ചില ചാനലുകളുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി അത് യൂട്യൂബിൻ്റെ അൽഗോരിതവുമായിട്ട് റിപ്പൽ ചെയ്ത് നിൽക്കും. എന്തൊക്കെ ചെയ്താലും ശരി അതിൻ്റെ ഒരു അട്രാക്ഷൻ ഉള്ള ഒരു ടെൻഡൻസി നമുക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളെ ഇതുകൊണ്ട് ഡിസ്കറേജ് ചെയ്യല്ല. ചിലർ പറയും നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ആണ് ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്ത് നോക്കാൻ. അങ്ങനെ ചെയ്ത് കിട്ടിയിട്ടുള്ളവരെ എനിക്കറിയാം. പക്ഷേ മറ്റു ചിലർ പറയും ഒരിക്കലും നിങ്ങൾ അതിനെ ഡിലീറ്റ് ചെയ്യരുത്, അത് അവിടെ തന്നെ കിടക്കട്ടെ, അതിന് എപ്പോഴെങ്കിലും റീച്ച് കിട്ടുമെന്ന്. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതും ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുപോലെ മറ്റു ചിലർ പറയും നിങ്ങൾ 2-3 വർഷമായിട്ട് ഈ ചാനൽ കൊണ്ട് നടക്കുകയാണ്, നിങ്ങൾക്ക് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല, കൂടിപ്പോയ 200-300 വ്യൂസേ കിട്ടുന്നുള്ളൂ, അതുപോലെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും വളരെയധികം ഒന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ചാനൽ തന്നെ ഡിലീറ്റ് ചെയ്ത് കളാം, പുതിയ ഒരു ചാനൽ തുടങ്ങുക, ചിലപ്പോൾ അത് സക്സസ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയും. അങ്ങനെ ആയിട്ടുള്ളവരുണ്ട്. അങ്ങനെ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. മിസ് ഹോഷിയാർ എന്ന് പറയുന്ന ഒരു ഹിന്ദി പെൺകുട്ടിയാണ്. അപ്പോൾ അതും സംഭവമാണ്. അപ്പോൾ മറ്റു ചിലർ പറയും അല്ല, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ മുന്നിലുണ്ട്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സക്സസ് കിട്ടിയെന്ന് വരാം എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു തീരുമാനം നമ്മുടെ ചാനലിനെ കുറിച്ചുള്ളത് നമ്മുടെ കയ്യിലാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ 2 വർഷമായിട്ട് കാത്തിരിക്കുകയാണ്, ഒന്നും സംഭവിക്കുന്നില്ല, അതുകൊണ്ട് നമ്മുടെ ചാനലിനെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ചാനൽ തുടങ്ങണോ, അതോ അല്ല ഇതിൽ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണോ? അതേപോലെ നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തു, അതിന് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല, അപ്പോൾ ആ ഷോർട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് അതിനെ വീണ്ടും പോസ്റ്റ് ചെയ്യണോ, അതോ നമുക്ക് കാത്തിരുന്ന് അതിൻ്റെ വ്യൂസ് കൂടുന്നതിന് വേണ്ടി കാത്തിരിക്കണോ? ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മളാണ് അതിനുള്ള തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യൂട്യൂബിൻ്റെ അൽഗോരിതമായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ഫിറ്റ് ആയിട്ടുണ്ടോ അതോ ഫിറ്റ് ആയിട്ടില്ലയോ എന്നുള്ളതല്ല ഇവിടെ കാര്യം. നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടി എന്തൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ടുള്ള ചാനൽ സെറ്റിങ്സ് കൊടുക്കുക. അതേപോലെ ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈറ്റിലിന് നമ്മൾ ശ്രദ്ധിക്കുക, കറക്റ്റായിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക, അട്രാക്റ്റീവായിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക. അതേപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ മെൻഷൻ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. തംബ്നെയിൽ വളരെ അട്രാക്റ്റീവായിട്ട് കൊടുക്കുക. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, യൂട്യൂബിൽ പബ്ലിക് വീഡിയോസ് കാണുന്നത് പല ഡിഫറെൻറ്റ് സൈസിലുള്ള ഡിവൈസസിലൂടെയാണ്. അപ്പോൾ ഏത് ഡിവൈസിലൂടെ അവർ വീഡിയോസ് കണ്ടാലും ശരി നമ്മുടെ തംബ്നെയിൽ റീഡബിൾ ആയിരിക്കണം. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഇമേജും ഹൈ റെസൊല്യൂഷനുള്ളതായിരിക്കണം. ടാക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പല വൈറൽ ഷോർട്സിലും പലരും ടാക്സ് കൊടുക്കാറില്ല എന്നുള്ളത്. അത് നമ്മളിപ്പോൾ കണക്കാക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു പുതിയ ചാനലാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്ത് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുത്തേ പറ്റത്തുള്ളൂ. ടാക്സ് കൊടുക്കാതെ നിങ്ങളുടെ ആ വീഡിയോയ്ക്ക് റീച്ച് കിട്ടത്തില്ല. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ആ വീഡിയോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ടാക്സിൽ മെൻഷൻ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആളുകളിലേക്ക് നിങ്ങളുടെ ആ വീഡിയോ എത്തത്തുള്ളൂ. അതുപോലെ ഞാൻ ടാഗിങ് ആപ്പിനെ കുറിച്ച് പറഞ്ഞു. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് വീഡിയോയുടെയും ടാക്സ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ചാനലുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തതാണ്. അത് നമ്മുടെ ചാനലിൽ യാതൊരു ദോഷവും ചെയ്യത്തുമില്ല. അപ്പോൾ ടാഗിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നില്ല, പേടിച്ചിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്കത് ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ TubeBuddy ആൻഡ് vidIQ, ഈ 2 ആപ്പിനെ കുറിച്ചും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എൻ്റെ അഭിപ്രായം അനുസരിച്ചും മറ്റു പല യൂട്യൂബേഴ്സിൻ്റെ അഭിപ്രായം അനുസരിച്ചും അതേപോലെ ഞാൻ യൂട്യൂബിൻ്റെ സപ്പോർട്ട് സിസ്റ്റവുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചും ഈ 2 ആപ്പും ഒരിക്കലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരത്തില്ല. ഇത് രണ്ടും നിങ്ങളുടെ ചാനലിനെ നശിപ്പിച്ച് കളയത്തേ ഉള്ളൂ. യൂട്യൂബിൻ്റെ സപ്പോർട്ട് സിസ്റ്റത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണ് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു. അവർ പറയുന്നത് അവർ ഒരു തേർഡ് പാർട്ടി ആപ്പിനെയും സപ്പോർട്ട് ചെയ്യുകയോ സജസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഇത് തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന്. ഈ 2 ആപ്പുമായിട്ട് മുന്നോട്ട് പോകണോ അതോ ഈ 2 ആപ്പിനെ നിങ്ങളുടെ ചാനലിൽ നിന്നും ഡിസ്കണക്ട് ചെയ്ത് മാറ്റി നിർത്തണോ, എന്ത് വേണമെന്ന് ഉചിതമായ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. അഥവാ നിങ്ങൾ അതിനെ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ നിന്നും എങ്ങനെ ഡിസ്കണക്ട് ചെയ്യാം അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഒരു സക്സസ്ഫുൾ യൂട്യൂബർ ആകുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ഈസി ഗോ ഗെറ്റിംഗ് ആയിരിക്കത്തില്ല. ചിലർക്ക് വളരെ ചുരുക്കം ചിലർക്ക് അത് അങ്ങനെ ആയിരിക്കാം, ചിലർക്ക് കുറച്ച് സമയമെടുത്ത് എങ്കിലും ഒരു ഈസി വേ ആയിരിക്കും. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെയൊക്കെ നമുക്ക് പോയേ പറ്റത്തുള്ളൂ. അത് എന്തൊക്കെയാണെന്ന് കുറേയൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.